ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ ED നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി നിതിൻ സേവർ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ ജാമ്യത്തിലുള്ള ഏകപ്രതി അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഏകപ്രതി മുരാരി ബാബുവാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച 21 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. മുരാരി ബാബുവിന്റെ വീട്ടിൽ 13 മണിക്കൂറാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. ഇതിനൊപ്പം തന്നെ വിലപ്പെട്ട ചില രേഖകൾ മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ഇപ്പോൾ ED തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുരാരി ബാബുവിന് ഇപ്പോൾ സമൻസ് അയച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ദ്വാരപാലക വിഗ്രഹങ്ങളിൽ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിൽ 2ാം പ്രതിയാണ്. ഒപ്പം തന്നെ ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം നഷ്ടപ്പെട്ടുമായി ബന്ധപ്പെട്ട കേസിലെ 6ാം പ്രതിയാണ്. SIT കേസുകളിൽ 2 കേസുകളിലായി 2ാം പ്രതിയും 6ാം പ്രതിയുമാണ്. പ്രധാന പ്രതികളിൽ ഒന്നായിട്ടാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉള്ളത്. ഇപ്പോൾ ഇതിൽ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിലൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക PMLA വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും പ്രധാനമായി ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഒപ്പം തന്നെ ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളിൽ ഇവരുടെ വരുമാനത്തിൽ വന്ന ഉയർച്ചയും ഒക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുമുണ്ട്.